ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമലൈക്കും. ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ളൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ പൊന്നു മോള് ഇമ്മൂനെ നാളെ സ്കൂൾ തുറക്കുകയാണ്. നാളെ സ്കൂൾ തുറക്കണതിൻ്റെ മുമ്പായിട്ട് ഇന്ന് കുറച്ച് ഒരുക്കങ്ങളുണ്ട്. സ്കൂൾക്ക് പോണതിന് മുമ്പ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക. അതിൻ്റെ അവസാന ഘട്ട പണിയിലാട്ടോ. ഉച്ചക്ക് ദൂറ് ബാങ്ക് കൊടുത്തേക്കാൻ ഞാൻ ദൂറ് നിസ്കരിക്കുകയാണ്. ദൂറ് നിസ്കരിച്ചതിൻ്റെ ശേഷം ഫുഡ് കഴിക്കാട്ടോ. നല്ല മുരിങ്ങൻ്റെ കറിയും പിന്നെ അതുപോലെ തന്നെ കടച്ചക്ക ഉപ്പേരി വെച്ചതും നല്ല മീനും മൊം ലവ് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചെന്ന അച്ചാറും ഉണ്ട് കേട്ടോ. ബീഫ് അച്ചാറും കക്ക അച്ചാറും നല്ല രസമുള്ള അച്ചാറാണ്. ഇവരെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളി കേട്ടോ. അങ്ങനെ അതിൻ്റെ ശേഷം ഇമ്മൂനൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൊറിയർ അവൾ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു അടിപൊളി ഗിഫ്റ്റാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് അങ്ങനെ കവറ് പൊളിച്ചു. ഒരു ചെറിയൊരു പേപ്പറുണ്ട്. അത് തുറന്ന് നോക്കുമ്പോഴേ ഫാത്തിമ സഫിയ എന്ന് എഴുതിക്കാണ്ട് അവളെ സൂമിൽ ഒട്ടിക്കാനും ചെരുപ്പും ഒട്ടിക്കാനൊക്കെ ഒരു സ്റ്റിക്കറാട്ടാ. സ്കൂളിൽ പോകുമ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ആ നെയ്സിൽപ്പാണ് കേട്ടോ. ആ നെയ്സിൽപ്പ് അവളുടെ ഫോട്ടോ വെച്ച് കണ്ട് ഫാത്തിമ സഫിയ VP എന്ന് എഴുതി കണ്ടുള്ള നെയ്സിൽപ്പാട്ടോ. ഇത് അടിപൊളിയായിട്ടാ. അങ്ങനെ ഇതാ ജെസ്സി ഇവിടെ പുസ്തകം പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എന്തായാലും മൂന്ന് സ്കൂൾ തുറക്കാൻ പോവല്ല. അപ്പോൾ സ്കൂൾ പോകുന്നതിന് മുമ്പ് തന്നെ പുസ്തകമൊക്കെ കവർ ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ജെസ്സി അതിൻ്റെ അവസാന ഘട്ട പണിയിലാണ്. ഇനിയിപ്പോൾ നാളെയാണ് സ്കൂൾ തുറക്കുക. അതായത് ജൂൺ 3-നാണ് ഇമ്മൂന് ആദ്യമായിട്ട് സ്കൂൾ പോണ ദിവസം കേട്ടോ. സ്കൂൾ തുറക്കണ ദിവസം നാളെയാണ്. അങ്ങനെ പുസ്തകമൊക്കെ പൊതിഞ്ഞു, അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇതുപോലത്തെ നെയ്സിൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഫോളോ ചെയ്ത് ഒന്ന് ഓർഡർ ചെയ്യുക. അങ്ങനെ പുസ്തകവും എല്ലാം ഒക്കെ ഇവിടെ വലുപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷമേ മിച്ചൂനെ ഉറക്കിയിട്ടാ. മിച്ചൂനെ ഉറക്കിയതിൻ്റെ ശേഷം ഇമ്മൂൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ മടക്കി ഒതുക്കി ഒരു കൊട്ടയിലേക്ക് വെക്കാൻ ഇട്ടാ. ഇതങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ഇത് സ്കൂളിട്ട് വന്നാൽ അവൾക്ക് കുളിച്ച് വന്ന ഈ ഡ്രസ്സ് ഒക്കെ ഇടാൻ വളരെ എളുപ്പമാണ് ഇട്ടാ. അങ്ങനെ അതിന് ശേഷം ഞങ്ങളെ ഒരുങ്ങിയും യൂസഫിൻ്റെ ഓട്ടോറിക്ഷയിൽ വളാഞ്ചേരി വരെ ഒന്ന് പോവാണ്. മിച്ചുവിന് നല്ല പനിക്കുണ്ട്, ഒന്ന് ഡോക്ടറെ കാണിക്കണം. പിന്നെ ഇമ്മൂന് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാണ്ട്. അതുപോലെ അവൾക്ക് ബസ്മതി അരി കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ബസ്മതി അരിയൊക്കെ വാങ്ങാണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നാളെ 3-ാം തീയതി അവൾ സ്കൂളിൽ പോണ വീഡിയോയുമായിട്ട് വരാം. അപ്പം നാളെ എൻ്റെ മോള് സ്കൂളിൽ പോവാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, അസ്സലാമലൈക്കും.